ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഒരു വ്യക്തി ക്രിസ്തുവിലാകുന്നത്? യേശുക്രിസ്തു കാൽവറിയിൽ ഈ ലോകത്തിൻ്റെ പാപത്തെ മുഴുവൻ ചുമന്നുകൊണ്ട് തകർക്കപ്പെട്ട് കിടക്കുകയാണ്. ഈ ഭൂമിയിലെ സകല മനുഷ്യർക്കും വേണ്ടി യേശു ക്രൂശിൽ മരിച്ചു. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് പുത്രൻ തമ്പുരാൻ നമുക്കെല്ലാവർക്കും വേണ്ടി ക്രൂശിൽ മരിച്ചു. പിതാവായ ദൈവം പരസ്യമായി നിർത്തിയിരിക്കുന്ന യേശുവിനെ ആരാണോ രക്ഷകനായി സ്വീകരിക്കുന്നത്, അവൻ പുതിയ സൃഷ്ടിയാകുന്നു. യേശു മരിച്ചത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ്. യേശു ക്രൂശിൽ മരിക്കാനുള്ള കാരണം ഞാനാണ്. എന്നെ രക്ഷിക്കുവാനാണ് യേശു ക്രൂശിൽ മരിച്ചത് എന്ന് അറിയുന്നവൻ ആരാണോ, അവൻ പുതിയ സൃഷ്ടിയാകും. ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ തിരുവചനങ്ങളിലൂടെ ദർശിച്ച്, യേശുവേ, ഞാനൊരു പാപിയായ മനുഷ്യൻ, എന്നോട് ക്ഷമിക്കണമേ, എന്നോട് കരുണ തോന്നണമേ, എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല പാപങ്ങളെയും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന വ്യക്തി ആരാണോ, അവൻ ക്രിസ്തുവിലാവുകയാണ്. അവൻ പുതിയ സൃഷ്ടി ആകുകയാണ്. യേശുവേ, അവിടുന്ന് എൻ്റെ കർത്താവാണ്. ഇന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ അങ്ങ് വാഴണമേ. അവിടുന്ന് എൻ്റെ രാജാവാണ്. അവിടുന്ന് എന്നിൽ കർത്തൃത്വം നടത്തണമേ. അവിടുന്ന് എന്നിൽ തീരുമാനങ്ങൾ എടുക്കണമേ. എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറണമേ എന്ന് പ്രാർത്ഥിക്കുന്നവൻ ആരാണോ, അവൻ പുതിയ സൃഷ്ടിയാണ്. തിരുവചനം ഉറപ്പു തരികയാണ്, അങ്ങനെ നിങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ, യേശുവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ, പാപവഴികളെ ഉപേക്ഷിച്ചാൽ, മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നാൽ, ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിച്ചാൽ, യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ അവസരം കൊടുത്താൽ, തിരുവചനം പറയുന്നു, യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കും. ദൈവം നിങ്ങളെ ശുദ്ധീകരിക്കും. ഇന്നലകളിൽ നിങ്ങൾ ചെയ്തു പോയതെല്ലാം ദൈവം ക്ഷമിക്കും. അവൻ നിങ്ങളുടെ പാപങ്ങളെ സമുദ്രത്തിൻ്റെ ആഴത്തിലിട്ടുകളെ. പാപങ്ങൾക്കൊത്തവണ്ണം ഇനി പകരം ചെയ്യുകയില്ല. ദൈവം ക്ഷമിക്കും. ദൈവം മറക്കും. ദൈവം നിങ്ങളെ തൻ്റെ തൂവലുകൾ കൊണ്ട് മറയ്ക്കും. പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ അധ്യായം തുടങ്ങുകയാണ്. നിങ്ങൾ മനസ്സ് വെച്ചാൽ, നിങ്ങൾ പാപവഴികളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി ആഗ്രഹിച്ചാൽ, ക്രിസ്തു നിങ്ങളിൽ വാഴാൻ തുടങ്ങിയാൽ, നിങ്ങൾ ക്രിസ്തുവിനോട് ചേരാൻ തുടങ്ങിയാൽ, ഒരുത്തൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു. പഴയത് കഴിഞ്ഞുപോയി. പാപം, ശാപം, മരണം നിങ്ങളെ ഇനി കീഴടക്കുകയില്ല. പാപത്തിൻ്റെ ശക്തികൾക്ക് നിങ്ങളുടെ മേൽ അധികാരമില്ല. കർത്തൃത്വം നടത്താൻ കഴിയുകയില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ കർത്താവായ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞു. ഒരു ശക്തിക്കും നിങ്ങളെ പിന്തുടരുവാനോ നിങ്ങളുടെ മേൽ അവകാശം സ്ഥാപിക്കുവാനോ കഴിയുകയില്ല. ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതെ, പുതിയൊരു തുടക്കം.
പുതിയൊരു ആരംഭം, പുതിയൊരു ജീവിതം ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നു. യേശുവേ, അവിടുന്ന് എൻ്റെ രക്ഷകനാണ്, അവിടുന്ന് എൻ്റെ കർത്താവാണ്, എൻ്റെ ജീവിതത്തെ ഞാൻ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ, സമർപ്പിച്ചാൽ, ഈ നിമിഷം മുതൽ നിങ്ങൾ ആൾ മാറുകയാണ്, നിങ്ങളുടെ ജീവിതം മാറുകയാണ്. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.